ചാകര അത് മൂന്നുണ്ടോ? ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ദിവസമായി ഈ കുളത്തിൽ വന്നിട്ട് കാര്യം മഴയൊക്കെ പെയ്ത് തുറന്നിട്ട് കുറച്ച് വെള്ളം ഒന്ന് താഴ്ന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പിന്നെ വലയും എടുത്തുകൊണ്ട് നേരെ ഇറങ്ങി. കാര്യം മീനുകളൊക്കെ ഓടി തുടങ്ങിയിട്ടുണ്ടാവും. കാര്യം മഴ പെയ്ത് വെള്ളം കലങ്ങി കിടന്നപ്പോൾ നമുക്ക് വന്ന് വല വീശിയിട്ടൊന്നും കിട്ടിയില്ല. 1-2 ചെറിയ മീനുകളെ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് വന്ന് നോക്കിയപ്പോൾ നല്ലപോലെ മീനൊക്കെ മറിഞ്ഞ് കളിക്കുന്നുണ്ട് വെള്ളത്തിന് മുകളിൽ. അപ്പോൾ നമുക്കറിയാൻ പറ്റും മീൻ ഓടി തുടങ്ങി എന്നറിയാൻ പറ്റും. അപ്പോൾ നമ്മളെന്താ വന്നിട്ടുണ്ട് വലയും എടുത്ത്. അപ്പോൾ ഇതാ വല നല്ല കുരുക്കുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ കുരുക്കൊക്കെ നൂത്തുക ഫസ്റ്റ് വല നമ്മൾ അടിക്കാൻ പോകണം. അത് നമ്മൾ വന്നിരിക്കുന്നത് കടവിൻ്റെ സൈഡിലാണ്. കടവിൽ വെള്ളം പോകുന്ന സ്ഥലമാണ്, അതായത് പുറത്തോട്ട്, കുളത്തിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന സ്ഥലത്താണ് വല വീശാൻ വന്നത്. അപ്പോൾ അവിടെ മീനുണ്ടാവുന്ന വരുന്നത് ആ വല എറിഞ്ഞു കഴിഞ്ഞു. അത്യാവശ്യം നല്ല രീതിക്ക് വല വിരിഞ്ഞു എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ ഒരു കമൻറ്റും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് ഫ്രണ്ട്സ്. അപ്പോൾ അതാ വല എറിഞ്ഞു കഴിഞ്ഞു. ഇനി മീൻ കിട്ടിയാൽ കൊള്ളാമായിരുന്നു. കാര്യം നമ്മൾ ഇത്രയും ദിവസം കുറച്ച് ദിവസമായി വന്നിട്ട് വല വീശാനായിട്ട് വന്നിട്ട് കുറച്ച് ദിവസമായി. കഴിഞ്ഞ പ്രാവശ്യം വന്ന് വീശിയപ്പോൾ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ല, എന്നാലും മീൻ കിട്ടാതിരുന്നില്ല. കാര്യം ഇവിടെ ഇപ്പം നമ്മൾ ഈ സ്ഥലത്ത് വീശുന്നിടത്ത് നമുക്ക് മീൻ കിട്ടിയില്ല. പക്ഷേ അങ്ങറ്റത്തെ കടവിൽ നിന്ന് നമുക്ക് കുറച്ച് മീൻ കിട്ടിയായിരുന്നു. അപ്പോൾ ഇന്ന് ഇവിടെ നിന്ന് എന്ത് കിട്ടുമെന്നൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല. കാര്യം ഇത് വെള്ളം നിറയുമ്പം ഔട്ട് സൈഡിലോട്ട് വെള്ളം പുറത്തോട്ട്, കുളത്തിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന സ്ഥലമാണിത് പ്രത്യേകിച്ച്. അപ്പം വല ഏകദേശം കരക്കേറി. അടിപൊളി, അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ ഇന്ന് മീൻ കിട്ടി. ഇതിപ്പം നമുക്ക് കിട്ടിയത് കുറച്ച് മീനുകളാണ്. ഇത് കണ്ടിട്ട് തോന്നുന്നത് എന്താ ചാട്ടം. ഇത് നമുക്ക് കിട്ടിയിട്ട് 1 തിലോപ്പി, ഒന്നല്ല 2 തിലോപ്പിയും 1 മൃഗാൾ കിടപ്പുണ്ട്. വളർത്തു മീനിൽ 1 മൃഗാളും പിന്നെ 3 രോഹു. ഈ കളറുള്ളത് രോഹുവും മറ്റേ വെള്ളി കളർ മാത്രമുള്ളത് മൃഗാളുമാണ്. പിന്നെ 2 തിലോപ്പിയ. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ മീൻ കിട്ടി. കാര്യം മീനുകൾ ഓടി കളിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഇന്ന് കുളത്തിൽ. കാര്യം ഈ മഴ പെയ്യുമ്പം ഈ മീനുകൾ സൈഡിലോട്ട് ഒതുങ്ങും, പിന്നെ വീശ് വലയ്ക്ക് വീഴത്തില്ല മീൻ. അപ്പോൾ അത് അത്യാവശ്യം കുഴപ്പമില്ല. 1 2 3 4 5 6 മീൻ, 2 4 6 8 മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ഇന്ന് വന്നതിൽ നഷ്ടമില്ല. കാര്യം ഈ മഴ പെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ മീൻ കിട്ടാൻ വലിയ പാടാണ്. പക്ഷേ മഴ പെയ്ത് തോർന്നു കഴിഞ്ഞ് വെള്ളമൊക്കെ ഒന്ന് താഴ്ന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് മീൻ കിട്ടും അത്യാവശ്യം. നമുക്ക് പിന്നെ അപ്പോൾ ഏകദേശം 8 മീൻ വരെ കിട്ടി. അപ്പോൾ ഇനി എന്തായാലും 1 റൗണ്ട് അടിക്കേണ്ടി വരും വല. അപ്പോഴിത് നമ്മളിനി രണ്ടാമത്തെ വല വീശാൻ പോവുകയാണ്. രണ്ടാമത്തെ വലയെന്ന് പറയുമ്പോൾ ഇപ്പുറത്തെ സൈഡിലെ കടവിലാണ്. ഇവിടെ കുറച്ച് റിസ്ക്കാണ്, മരവും കാര്യങ്ങളുമൊക്കെ നിന്നതാണ്. അപ്പോൾ ഇത് റോഡ് പണി നടക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്രയും സ്ഥലം കിട്ടിയത്. അല്ലെങ്കിൽ ഇവിടെ ഒരു മരം നിന്നു, അത് ചാഞ്ഞ് കിടക്കുകയായിരുന്നു. ഇപ്പോൾ റോഡ് പണി നടക്കുന്ന വണ്ടി പോകാൻ വേണ്ടി അതിനെ മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതൊരു എളുപ്പമായി നമുക്ക്. അവിടെ നമ്മൾ വീശാതിരുന്ന സ്ഥലമാണ് ഇവിടെ. അപ്പോൾ അത് വല വീശി ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് കോണിപ്പോയി. എന്നാലും പകുതി വട്ടമായി, പകുതി വേറെന്തോ ഷേപ്പിലായിപ്പോയി. ഏതോ ഒരു ഭൂപടം പോലെ ആയിപ്പോയി. എന്നാലും കുഴപ്പമില്ല, നമുക്ക് വല എറിഞ്ഞു. പിന്നെ വല പതുക്കെ നമുക്ക് വലിക്കാൻ പറ്റത്തുള്ളൂ. കാര്യം ഇത് ഇപ്പം ഈ കുളത്തിൽ ഈ സൈഡിൽ വന്നിട്ട് കുറച്ച് ആഴം കൂടുതലാണ്. അപ്പോൾ വല പതുക്കെ താഴത്തുള്ളൂ. താഴ്ന്ന വല ചെളിയിൽ പോയി തറയിൽ പോയി പതിച്ചാൽ മാത്രമേ നമുക്ക് പതുക്കെ വലിക്കാൻ പറ്റൂ. സ്പീഡാണ് വലിച്ചു കഴിഞ്ഞാൽ വല പൊങ്ങി വരികയും ചെയ്യും, മീൻ അതിൻ്റെ പാട്ടിന് അടിയിൽ കൂടി പോവുകയും ചെയ്യും. മറ്റേ സാവധാനം മാത്രമേ വല വലിക്കാൻ പറ്റൂ. അപ്പോൾ അത് ഏകദേശം വല വലിച്ച് ഏകദേശം എത്തിക്കഴിഞ്ഞാൽ പകുതി ഒന്ന് വല വലിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്പീഡായിട്ട് വലിക്കാം, നമുക്ക് വേറെ വിഷയമല്ല. പക്ഷേ ആദ്യത്തെ സ്റ്റാർട്ടിങ്ങിലൊരു വല താഴ്ന്നതിന് ശേഷം പതുക്കെ വലിക്കാൻ പറ്റും. അപ്പോൾ ഇതെന്തായാലും വല വലിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ വലയിലും എന്തെങ്കിലും ഉണ്ടോ എന്തോ. ഇവിടെ അധികം വീശാറില്ല നമ്മൾ, എന്നാലും ഇന്ന് വീശി. ഫസ്റ്റ് വല കിട്ടിയപോലെ എന്നാലും കുഴപ്പമില്ല, ഒരു മീൻ കിട്ടി. ഇതെന്ത് മീനാണെന്ന് നോക്കട്ടെ. ഇത് വന്നിട്ട് മൃഗാളാണ്. കാര്യം മൃഗാളിന് കളർ കാണത്തില്ല, വെള്ളി കളറായിരിക്കും മൊത്തം. രോഹു വരുമ്പോൾ വാലിലും അതിൻ്റെ ചിറകിലുമൊക്കെ നല്ല കളർ കാണും, ഒരു തവിട്ട് നിറം പോലെ ഒരു പ്രത്യേക ഒരു കളറായിരിക്കും അത്. ഇത് കറക്റ്റ് വെള്ളി കളറായി. ഇതാ പോണു പോയി കിട്ടി. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് ഫ്രണ്ട്സ്.